ഇനി ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർക്ക് ഇതേ സെയിം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. ഓയിൽ ലെവല് പല കംപ്രസറിലും പല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഈ കംപ്രസർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഹാഫിന് താഴെയാണ്. ഈ ഹാഫിന് താഴെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഓയിൽ സ്പ്രെഡ് ആവാതെ ആണ് ഈ ബുഷ് പോയത്. ഇത് ഒരു ലിമിറ്റഡ് ടൈം കൊണ്ടുണ്ടായതല്ല, 1-2 വർഷം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ റിസൾട്ട്, അതായത് ഫൈനൽ വന്നതെന്ന് വെച്ചാൽ നോയ്സായിട്ടാണ് വന്നത്. ഈ കംപ്രസർ നല്ല നോയ്സും ടെക് ടെക് എന്നുള്ള നോയ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഞാനൊരു 25 HP കംപ്രസർ നേരത്തെ ഒരെണ്ണം ചെയ്തായിരുന്നു, സെയിം പ്രോബ്ലം. അതിൽ ഷാഫ്റ്റ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇവിടുന്ന് ഷാഫ്റ്റ് ഒടിഞ്ഞു പോയി. ഇപ്പം ഈ കംപ്രസറിൻ്റെ ഓയിൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഹാഫിന് മുകളിലാണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ക്രാങ്കിൻ്റെ സ്റ്റാഫിനകത്ത് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവും. ഇത് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓയിൽ എല്ലായിടത്തും എത്താൻ വേണ്ടി തെറിക്കണം, ചുമ്മാ വെറുതെ കിടന്നിട്ട് കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കംപ്രസറിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ മൗണ്ടിങ്ങിൻ്റെ പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഫ്രെയിമിൽ ഈ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഓയിൽ ലെവൽ ഗേജുമായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഓയിൽ ലെവൽ ഇതായതുകൊണ്ട് നമ്മൾ ഓയിൽ ഗേജിൻ്റെ ഹാഫിന് തൊട്ട് മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓയിൽ എപ്പോഴും ഹാഫിൻ്റെ മുകളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കണം. അത് എവറി 15 days നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ ഈ കംപ്രസറിൽ വേറൊരു കംപ്ലൈൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ലീക്ക് നോർമലി ഉണ്ടാകുന്നൊരു ലീക്കാണ് ഈ ഭാഗത്തുള്ള ഓയിൽ ലീക്ക്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ, പക്ഷേ അത് വലുതായിട്ടുണ്ടായിരുന്നില്ല, ചെറിയ രീതിയിൽ ഒരു സൈഡിൽ നല്ല ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനി റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പാക്കിംഗ് ഇടുക, നല്ല കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. പാക്കിംഗ് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല കോമ്പൗണ്ട് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. അപ്പം ഈ ഓയിൽ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ സംശയം വെച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം, അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ കോൺടാക്റ്റ് ചെയ്യാം.